ഗിബ്സൺ, സാൽമി MR വെറ്ററിനറി കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസാണ്. രണ്ടുപേരും രീതിയിലാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഗിബ്സൺ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് സെക്കൻഡ് റൗണ്ട് കൗൺസിലിങ്ങിലാണ്. ഗിബ്സനെ സംബന്ധിച്ചിട്ട് അത് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയാം. കാര്യം ഗിബ്സൺ NRI കോട്ടയിലാണ് അഡ്മിഷൻ എടുത്തത്. അപ്പോൾ NRI കോട്ടയുടെ കൗൺസിലിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൗണ്ടിലാണ് ഫസ്റ്റ് തന്നെ നടക്കുന്നത്. മാനേജ്മെൻറ്റ് കോട്ട കൗൺസിലിംഗ് ആണ് നമുക്ക് ഫസ്റ്റ് റൗണ്ടിലുണ്ടായിരുന്നത്. സാൽമിയെ സംബന്ധിച്ചിട്ട് സാൽമി വരുന്നത് ലാസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിലായിരുന്നു. അപ്പോൾ രണ്ടുപേരും വന്ന സിറ്റുവേഷൻ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. സോ ഗിബ്സൺ ഫസ്റ്റ് തന്നെ NRI കോട്ട എന്നൊരു പ്ലാനിലോ ആയിരുന്നു. കാര്യം നമുക്ക് നീറ്റ് ക്വാളിഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് NRI കോട്ട മാത്രമേ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ശരിയല്ലേ? അതെ. അപ്പോൾ ഒരു വെറ്റിനറി കോഴ്സ് തന്നെ എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ അല്ലാണ്, പക്ഷേ ഇപ്പം ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ എന്ത് എടുക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്? ഞാൻ MBBS പെർസ്യൂ ചെയ്യാൻ താല്പര്യപ്പെട്ട ഒരാളാണ്. പിന്നെ നീറ്റും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്നെ വെറ്റിനറി എന്ന ഒരു ഓപ്ഷനിലോട്ട് വന്നു. ശരിയല്ലേ? സോ ഇപ്പം 5 മാസം ആവുന്നു ഇവിടെ വന്നിട്ട്. ഫസ്റ്റ് ഇയറിൻ്റെ ഏകദേശം ഒരു പകുതി പോർഷനോളം ആവാറായി. ഇപ്പോൾ കറൻ്റ് ഈ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ, അതോ ഇനി ഇല്ല ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാമെന്നൊരു മാനസികാവസ്ഥയിലാണോ ഉള്ളത്? ഒരിക്കലുമല്ല. ഇപ്പം ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അത് തന്നെ ഇപ്പം സെക്കൻഡ് ഇൻറ്റേണലായി എക്സാംസ് ഒക്കെ നല്ലതാണ്. ഇപ്പം ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്കോറൊക്കെ നല്ല മാർക്സ് ഉണ്ടായിരുന്നു. 80% മാർക്സ്. സൂപ്പർ. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ലുവാസിൻ്റെ അണ്ടറിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടായിരുന്ന കോളേജുകൾ ഒന്നാണ് MR. എനിക്ക് തോന്നുന്നു ആകെ ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ് ഇവിടെ നിന്ന് ഫെയിലായിട്ട് ഇപ്പം ഇയർ ബാക്ക് വന്നിട്ട് നിങ്ങളോടൊപ്പം ഇരുന്ന് പഠിക്കുന്നതെന്ന് തോന്നുന്നില്ലേ? അതായത് 80-ലാകെ ഒരു സ്റ്റുഡൻറ്റ് മാത്രം ഇയർ ബാക്ക് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ്. നമ്മൾ കേരളത്തിലൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 20-25% എന്നുണ്ട് ബാക്ക് ടോട്ടലി വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ടുള്ള ഒരു കോളേജാണ്. അക്കാഡമിക്സ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതല്ലേ സാൽമിയുടെ കേസ്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം ഇങ്ങോട്ട് വന്ന ആളാണ് സാൽമി എന്ന് പറയുന്നത്. സോ സാൽമി കേരളത്തിലെ എല്ലാ റൗണ്ട് കൗൺസിലുകളും വെയിറ്റ് ചെയ്ത് നാട്ടിൽ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ നോക്കിയാണ് 2 തവണ റിപ്പീറ്റ് ചെയ്തല്ലേ? 2 തവണ റിപ്പീറ്റ് ചെയ്ത് എല്ലാ അഡ്മിഷനൊക്കെ കിട്ടുമെന്ന് നോക്കിയതിന് ശേഷമാണ് ഒരിക്കലും പോസിബിൾ അല്ലാതായപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. നല്ല നീറ്റ് സ്കോർ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെയാണ്. സാൽമി സത്യത്തിൽ ഒരു വെറ്റിനറി പ്ലാൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, അതോ ഇനിയില്ല വേറെ ഏതെങ്കിലും കോഴ്സ് നിന്നിട്ട് പോസിബിൾ അല്ലാത്തത് കൊണ്ട് വെറ്റിനറി എന്നൊരു ഓപ്ഷനിലോട്ട് വന്നതാണോ? ഓക്കെ, ഞാൻ ആദ്യം വെറ്റിനറി എടുക്കണമെന്ന് വിചാരിച്ചല്ലോ. എനിക്ക് MBBS ആയിരുന്നു ആദ്യമേ ഇഷ്ടം. ഞാൻ 2 വർഷം റിപ്പീറ്റ് ചെയ്തത് MBBS തന്നെയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പ്രൈവറ്റ് കോളേജ് നോക്കിയായിരുന്നു, പക്ഷേ അതിൻ്റെ ഫീസ് അത്യാവശ്യം നല്ല പെർ ഇയർ തന്നെ 10 lakh above വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാൽമിയുടെ സ്കോർ വെച്ചിട്ട് കേരളത്തിൽ സെൽഫ് ഫിനാൻസ് നല്ല കോളേജ് കിട്ടുമായിരുന്നു. എത്ര നമുക്ക് നീറ്റ് സ്കോർ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ? 445. 445 വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ നല്ല കോളേജുകൾ തന്നെ കഴിഞ്ഞ വർഷം കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ 8 ലക്ഷം രൂപ ഫീസ് കാരണം MBBSന് കയറാൻ പറ്റിയില്ല. സോ അങ്ങനെ ഒരു ഭയങ്കര റിഗ്രറ്റ് ഉണ്ടോ ഇപ്പോൾ ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം, ഈ ഒരു കോഴ്സ് എടുത്തതിന് ശേഷം ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് MBBS കിട്ടാതെ ഈ ഒരു സംഭവം എടുത്തുകൊണ്ട്? എന്താണ് എനിക്ക് ഫ്യൂച്ചറിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? ഇല്ല, ഫ്യൂച്ചറിൽ വെറ്റിനറി ചൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും റിഗ്രറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. MBBSനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യം വന്ന സമയത്ത് MBBS എടുക്കാത്തതിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ലൈക്ക് അത് 2 വർഷത്തെ പാഷനായിരുന്നു. പിന്നെ ഇപ്പോൾ ലൈക്ക് കുഴപ്പമില്ല. ആ ഒരു മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറി. ഇപ്പോൾ ഒരു ടോട്ടലായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മളൊരു 2 വർഷം എന്ത് ചെയ്തു റിപ്പീറ്റ് ചെയ്ത ആൾ, അത്യാവശ്യം നല്ല മാർക്കൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്നുള്ള കാര്യത്തൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. കാര്യം എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സെക്ടറിൽ നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. കാര്യം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു 13 പ്രൈവറ്റ് കോളേജുകളേ ഉള്ളൂ. അപ്പോൾ നല്ല പോലെ എന്തുണ്ട്, സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് വേക്കൻസി എന്തായാലും ഗവൺമെൻറ് സെക്ടറിൽ വരാൻ ചാൻസ്. എന്താണ് ഫ്യൂച്ചറിലുള്ള ഒരു പ്ലാന്? അതായത് ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് അനിമൽ സൈഡിലോട്ട് പോകാനാണോ സൈഡ്, അല്ലെങ്കിൽ ഒരു പെറ്റ് കെയർ, അതോ ഇനിയല്ല വൈൽഡ് അനിമൽസ് സൈഡിലോട്ട് പോകണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ആക്കിയോ? വൈൽഡ് അനിമൽസ് താല്പര്യമുണ്ട്, പക്ഷേ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നീട് ആഫ്റ്റർ എന്താണ് ഇനിയും 5 വർഷം ഇൻ ബിറ്റ്വീൻ തീരുമാനിക്കുക എന്നുള്ളൊരു ഇതിലാണുള്ളത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ലോക്കൽ സിറ്റുവേഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ? നോർത്തിലാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ ഇങ്ങേയറ്റമാണ്. ഡൽഹിയിൽ നിന്ന് ഏകദേശം 1.5-2 മണിക്കൂർ ബൈ റോഡ് വരേണ്ട ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ലോക്കൽ സിറ്റുവേഷൻ? ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഓക്കെയാണ്. എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണ് സേഫ്റ്റി കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ഇല്ല അങ്ങനെ ബാഡ് ആയിട്ടൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും കുറച്ച് ഗ്രൂപ്പായിട്ടാണ് പോവുക. അപ്പോൾ അങ്ങനെ സേഫ്റ്റിയുടെ ഇഷ്യൂ ഒന്നും ഇതുവരെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഒരു പ്രോബ്ലംസ് ഇല്ല 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 അങ്ങനത്തെ പ്രോബ്ലംസോ ഇല്ല 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 അങ്ങനെയൊന്നുമില്ല. ഇവിടുന്ന് ടൗൺ നിയറസ്റ്റ് ടൗൺ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ ജഡ്ജറിലോട്ടാണ് ആ ജഡ്ജർ തന്നെ പോവാറ്. ഇതിന് ശേഷം വന്നതിന് ശേഷം എന്തെങ്കിലും ഡൽഹിയിൽ എന്തെങ്കിലും പോവുക അങ്ങനെ എന്തെങ്കിലും ഡൽഹിയിൽ കറങ്ങാൻ പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല ഡൽഹിയിൽ പോയിട്ടില്ല. ഇനി എപ്പോൾ നാട്ടിൽ പോകാൻ പ്ലാൻ എടുത്ത്? ഈ മാസം പോകുന്നുണ്ട് 22nd. ലീവുണ്ട് അപ്പോൾ ഏകദേശം ഒരു 1 month എടുക്കുന്നുണ്ട്. അത്ര ഇല്ല. ലൈക്ക് അടുത്ത മന്ത് 4th തൊട്ട് 14th വരെ ലീവ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അടുത്ത മാസം ഒരു 25th ഒക്കെ ആകുമ്പോൾ വരാനാ പ്ലാൻ ചെയ്യുന്നത്. ട്രെയിനാണ്. സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്. എനിക്ക് തോന്നുന്നു സ്വർണ്ണ ജയന്തി എക്സ്പ്രസ് നമ്മുടെ കൊങ്കൺ വഴി പോകുന്നതാണ്. കുറച്ച് ടൈമിംഗ് കുറവുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, റിട്ടേൺ ട്രെയിൻ തന്നെയാണ് ഇട്ടേക്കുന്നത്. എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് എല്ലാവരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു? അതോ സീനിയേഴ്സ് കൂടെ ഉണ്ടോ? അല്ലല്ല ഫസ്റ്റ് ഇയേഴ്സ് നമുക്ക് മല്ലൂസുള്ള 7 പേരല്ലേ? എല്ലാരും ഇല്ല, ഞങ്ങൾ 3 പേര്. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. അവരെന്ത് ചെയ്യുന്നത്? അവരെല്ലാണ്ട് ഒരു ഫ്ലൈറ്റിന് പോകുന്നത്? അവര് ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഓക്കെ, ഫൈൻ. പിന്നെ എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളും? എന്തായാലും നോർത്ത് ഇന്ത്യ ആണ്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്തായാലും കിട്ടാൻ ചാൻസ് ഉള്ളൂ. വെജ് ആണ് കൂടുതലായിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാ കോളേജിലും ഓൾമോസ്റ്റ് വെജ് തന്നെയാണ് പ്രിഫർ ചെയ്യാൻ തോന്നുന്നു. അഡ്ജസ്റ്റബിൾ ആണോ ഫുഡ്? വൺസ് എ വീക്ക് നോൺ വെജ് ഒക്കെ കിട്ടാറുണ്ട്. സോ നോൺ വെജിൻ്റെ കാര്യത്തിൽ വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ വെജ് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാലേ അത് ഇപ്പം നമ്മളെ നാടല്ല, നോർത്തിൽ അതുകൊണ്ട് അല്ല, ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലെ സിറ്റുവേഷൻ സെയിം തന്നെയാണ്. മാക്സിമം വൺസ് ഇൻ എ വീക്കൊക്കെയാണ് നോൺ വെജ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 5 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റുഡൻറ്റ് വരുന്ന സമയത്ത്, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ഇയറിലെ പിന്നെ മലയാളി സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻ്റാണ്. അന്ന് ഇവിടെ വീക്കിലി ഈവൻ എഗ്ഗ് പോലും അവൈലബിൾ അല്ല, മനസ്സിലായോ? പിന്നെ പലതവണ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് എഗ്ഗ് ആഡ് ചെയ്തു. ഇപ്പോൾ വീക്കിലി വൺസ് എന്ത് ചെയ്യുന്നത് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളും സെയിം തന്നെയാണ് സിറ്റുവേഷൻ ഉള്ളത്. കിപ്സ എങ്ങനെയുണ്ട്? ഇടുത്തൊരു ക്ലിനിക്സിൽ എന്തെങ്കിലും അനിമൽസ് ഒക്കെ വരുന്നുണ്ടോ? അതെ സാർ, ഇപ്പം ഡെയിലി വരാറുണ്ട്. അറ്റ്ലീസ്റ്റ് 2 to 3 ആനിമൽസ്, കാറ്റിൽസ് ഒക്കെ വരുന്നുണ്ട്. കാറ്റിൽസ് ഒക്കെ വരുന്നുണ്ട്. നോർമലി നമ്മൾ പ്രൈവറ്റ് കോളേജസിൽ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കിൽ അനിമൽസ് വരാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം ഇപ്പം ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിലും വന്നിട്ടുണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ 2 or 3 പഞ്ചായത്തുകൾക്ക് ഒരു ഹോസ്പിറ്റലാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡൊമസ്റ്റിക് അനിമൽസ് വരുന്നു എന്ന് പറഞ്ഞാൽ നല്ല കേസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പോലെ കേസസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ലുവാസിനെ സംബന്ധിച്ച് വേറൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 months നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുള്ള ഒരു കമ്പൽസറി റൂളുണ്ട് പിടികിട്ടി. അപ്പം നിങ്ങൾക്ക് ഇവിടെയും ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇവരുടെ ഫാമിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു? ഇവർക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ഫാം ഉണ്ട്, അതറിയാമല്ലോ, നിയറസ്റ്റ് ആയിട്ട് തന്നെ. അറൗണ്ട് ഒരു 150 to 200 കാറ്റിൽസ് ഒക്കെ ഉള്ള ഒരു ഫാം ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ബാക്കി അങ്ങനത്തെ സബ്ജക്ട്സ് ഒന്നും വരുന്നില്ല. അനാട്ടമി, ഫിസിയോളജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. എങ്ങനെയുണ്ട് ലബോറട്ടറീസും കാര്യങ്ങളൊക്കെ? ലാബൊക്കെ നമുക്കിപ്പം അനാട്ടമി, ഫിസിയോളജി ലാബ്, LPM ലാബ്, 3 ലാബുണ്ട്. അതിനെല്ലാം പോയിട്ടുണ്ട്. അത് എങ്ങനെയാണ്? നിങ്ങൾക്ക് 80 പേരെയും ഒരുമിച്ചാണോ പോകുന്നത്? അതോ എന്തെങ്കിലും ബാച്ച്? നമ്മൾ 3 batches ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബാച്ച് A, B, C. എനിക്ക് തോന്നുന്നത് ഒരു 20-30 പേര് ഒരു ബാച്ച്. 26, 24 എന്ന രീതിയിലായിരിക്കും. അങ്ങനെ തിരിച്ചിട്ടായിരിക്കും ക്ലാസ്സസ് ഒക്കെ പോകുന്നത്. സോ ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ എന്തെങ്കിലും ലാംഗ്വേജ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ? അത് മനസ്സിലാവുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓൾമോസ്റ്റ് ഒരു ഓൾ ഓവർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ലാസ്റ്റ് ഒരു 5 months? എനിക്ക് ഇതുവരെ സ്മൂത്ത് ആയിട്ടാണ് പോയത്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഫുഡിന് ചെറിയ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ബാക്കി നമ്മൾ കോളേജ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഓക്കെയാണ്, ബെറ്റർ ആണ്. റാഗിങ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അങ്ങനത്തെ പ്രോബ്ലംസ്?